Hello, I am G. Rajkumar, retired General Manager, Punjab National Bank. ഇന്ന് സംസാരിക്കുന്ന വിഷയം ടാരിഫ്. ടാരിഫ് എന്താണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും. എന്നാലും ചെറിയൊരു ക്ലാരിഫിക്കേഷൻ തരാൻ ഉദ്ദേശിക്കുകയാണ്. ഡ്യൂട്ടി എന്നോ നികുതിയെന്നോ തീരുവയെന്നോ ഒക്കെ ഇതിനർത്ഥമുണ്ട്. എന്നാൽ ഇവിടെ പ്രതിപാദിക്കുന്നത് ഇമ്പോർട്ട് ഡ്യൂട്ടിയെക്കുറിച്ചാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രധാന റവന്യൂ അല്ലെങ്കിൽ വരുമാന മാർഗമാണ് നികുതി. ഇൻകം ടാക്സ്, GST പോലെ മറ്റൊരു വരുമാന മാർഗമാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി. അതായത് ഒരു രാജ്യത്തിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ആൾ തങ്ങളുടെ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതാണ് ഇമ്പോർട്ട് ഡ്യൂട്ടി. ഇത് പല പ്രൊഡക്ട്സിനും പല റേറ്റ് ആയിരിക്കും. അതിനൊരു ഷെഡ്യൂൾ തന്നെ കാണും. ഓരോ കമോഡിറ്റിക്ക് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ട് കാണും. പൊതുവെ പറയുകയാണെങ്കിൽ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ റേറ്റ് അമേരിക്ക പോലെയുള്ള ഡെവലപ്ഡ് കൺട്രീസിൻ്റെ റേറ്റിനേക്കാളിൽ കുറച്ച് കൂടുതലായിരിക്കും. അതിൻ്റെ കാരണം ഈ ഡെവലപ്പിംഗ് കൺട്രീസിന് പല സംവിധാനങ്ങളും ഡെവലപ്പ് ചെയ്ത് വരേണ്ടതുണ്ട്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ആയാലും പല രീതിയിലും അവർ പുറകോട്ടായിരിക്കും. അപ്പോൾ അത് ഒന്നും മുന്നോട്ട് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരുടെ ചില പർട്ടിക്കുലർ ഇൻഡസ്ട്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ടാരിഫ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് എല്ലാ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെയും ടാരിഫ് കൂടുതലും ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ടാരിഫ് കുറവുമായിരിക്കും. ഇപ്പോൾ പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ടാരിഫ് ഏതാണ്ട് 5%, ഇന്ത്യയുടെ ആവറേജ് ഏതാണ്ട് 18-20% മറ്റുമാണ്. ആവറേജ് ഇത്രയാണെങ്കിലും ചില ആഡംബര വസ്തുക്കൾ ഇറക്കുമതി നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടി വളരെ കൂടുതൽ റേറ്റുമുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാറുകൾ ഇമ്പോർട്ട് ചെയ്യാനോ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന ബൈക്ക് ഇമ്പോർട്ട് ചെയ്യാനോ ഒക്കെ 100% ഒക്കെ ഡ്യൂട്ടി ഉണ്ട്. അതൊക്കെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഡിസ്പാരിറ്റി അല്ല, വ്യത്യാസമല്ല. ഇത് ദശാബ്ദങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ്. അതായത് ഇന്ത്യ ഇപ്പോൾ കൂട്ടിയതോ അമേരിക്ക ഇപ്പോൾ കുറച്ചതോ അല്ലാന്ന്. അതായത് ഈ സംവിധാനം വളരെ ഒരു 50 വർഷമോ 60 വർഷമൊക്കെ ആയിട്ടുള്ള സംവിധാനങ്ങളായിരിക്കും. സെയിം റേറ്റ് ആണെന്നല്ല പറയുന്നത്, ഈ ഡിസ്പാരിറ്റി ഉണ്ടെന്ന്. ഇപ്പോഴത്തെ ടാരിഫ് ഇഷ്യൂ എന്താണ്? ട്രംപ് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബേസിക് ഡ്യൂട്ടി എന്ന് പറയുന്നത് 5% ആയിരുന്നത് എല്ലാ കൺട്രീസിനും 10% കൂട്ടി. അതായത് എല്ലാ രാജ്യത്തിൽ നിന്നുമുള്ള ഇറക്കുമതി, അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് മിനിമം 10%, മുമ്പ് ഉണ്ടായിരുന്ന 5% കൂട്ടി 10% ആക്കി. ഇതുകൂടാതെ ഒരു കണ്ടീഷൻ കൂടെ വെച്ചു. ഏതെങ്കിലും രാജ്യത്തേക്ക് അമേരിക്കൻ ഗുഡ്സ് അയക്കുന്ന സമയത്ത് ആ രാജ്യം ഇമ്പോർട്ട് ഡ്യൂട്ടി 10% കൂടുതൽ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് 15%, അങ്ങനെയാണെങ്കിൽ അവർക്ക് 15% ഇവരും ചാർജ് ചെയ്യും, അമേരിക്കയും ചാർജ് ചെയ്യും. 25% ഉണ്ടെങ്കിൽ അമേരിക്കയും ആ കൺട്രീസിൽ നിന്ന് ഉള്ള ഇറക്കുമതിക്ക് 25% ചാർജ് ചെയ്യും. ഇതാണ് റെസിപ്രോക്കൽ ടാരിഫ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഗുഡ്സ് അങ്ങോട്ട് അയക്കുമ്പോൾ നിങ്ങൾ എത്ര ചാർജ് ചെയ്യുന്നോ അത്രയും ടാരിഫ് നിങ്ങളുടെ ഗുഡ്സ് ഇവിടെ വരുമ്പോൾ ഞങ്ങളും ചാർജ് ചെയ്യും. ഇതാണ് ഒരു ലോജിക്കൽ ഇതായിട്ട് പുള്ളി പറയുന്നത്. ഇന്ത്യക്ക് ഇത് കൂടാതെ റഷ്യയിൽ നിന്ന് റഷ്യയെ ഓൾറെഡി അവർ പല വിധത്തിൽ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതിന് ഒരു പെനാൽറ്റി പോലെ, അതായത് എണ്ണ വാങ്ങിക്കൽ നിർത്തണം എന്നാണ് അവർ പറയുന്നത്. അത് നമ്മൾ ചെയ്യാത്തത് കൊണ്ട് അതിനായിട്ട് അഡീഷണൽ ആയിട്ടൊരു പെനാൽറ്റി 25% കൂടെ. അപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി, അതായത് അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഇറക്കുന്ന ഗുഡ്സിന് ഇനി തുടങ്ങി പഴയ 5%-ൻ്റെ സ്ഥലത്ത് 50% ആകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അമേരിക്കക്കാർക്ക് ഇന്ത്യ ഗവൺമെൻറ് കൊടുക്കുന്നതല്ല, അമേരിക്കൻ ഗവൺമെൻറ്റിന് ഇന്ത്യ കൊടുക്കേണ്ടതല്ല. ഇത് ഒരു ഇമ്പോർട്ടർ അമേരിക്കയിലെ ഇമ്പോർട്ടർ അവരുടെ ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ്. ഇത് രണ്ട് രാജ്യത്തെയും ഏത് രീതിയിലാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. ഇത് രണ്ട് രീതിയിലായിരിക്കും രണ്ട് രാജ്യത്തിനും ബാധിക്കുന്നത്. ഒന്ന്, നമുക്ക് ആദ്യം അമേരിക്ക എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ട്രംപ്
ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഈ ടാരിഫ് വർധന അവരുടെ റവന്യൂ വരുമാനം വളരെയധികം കൂട്ടും. അവരുടെ ട്രഷറിയിലേക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി ഈ 5% നിന്ന് കൂട്ടിയ സമയത്ത് അവരുടെ വരുമാനം, റവന്യൂ വരുമാനം വളരെയധികം കൂടും എന്നുള്ളതാണ്. 100% ശരിയാണ്. അവർക്ക് ഡ്യൂട്ടിയുടെ പെർസെൻറ്റേജ് കൂട്ടിക്കഴിയുമ്പോൾ ശരി കൂടും. എന്നാൽ ഇതുമൂലം അമേരിക്കൻ എക്കണോമിയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഡ്യൂട്ടി കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ കൂട്ടിയ ഡ്യൂട്ടി മുഴുവൻ ഈ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ കോസ്റ്റിൻ്റെ മുകളിൽ കൂട്ടി വേണം അവർക്ക് ഇമ്പോർട്ടർക്ക് വിൽക്കാനായിട്ട്. അതായത് $100 ഒരു സാധനം അവർ ഇമ്പോർട്ട് ചെയ്യുന്നു, ഇപ്പം 105 കോസ്റ്റ് ആകുന്നെങ്കിൽ ഇനി തുടങ്ങി അത് 150 കോസ്റ്റ്, അതിൻ്റെ കോസ്റ്റ് 150. പിന്നെ അവരുടെ ലാഭം കൂടെ ചേർത്തായിട്ട് വിൽക്കേണ്ടി വരുന്നത്. ഇതാണ് നോർമൽ പ്രൊസീജിയർ. ഇങ്ങനെ വരുമ്പോൾ അമേരിക്കയിൽ ഉണ്ടാകാൻ പോകുന്നത്, ഇപ്പോൾ അവർ 60 കൺട്രീസിന് ചാർജ് ചെയ്തിട്ടുണ്ട്. എല്ലാ കൺട്രീസിനും ചാർജ് ചെയ്തിട്ടുണ്ട് പല റേറ്റിൽ, 15 തുടങ്ങി 20, 25, 50 വരെ വന്നിട്ടുണ്ട്. അപ്പം ഈ സാധനങ്ങൾ അവർ ഇതുവരെ ഇമ്പോർട്ട് ചെയ്തിരുന്ന സാധനങ്ങൾ അതുപോലെ ഇമ്പോർട്ട് ചെയ്യും എന്ന് അസ്യൂം ചെയ്താൽ അമേരിക്കയിൽ വൻ വിലക്കയറ്റം ഉണ്ടാകും എന്നുള്ളതിന് ഒരു സംശയവും ഇല്ല. അമേരിക്കയിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 33 കോടി ജനങ്ങളാണ്. ഈ ഇറക്കുന്ന സാധനങ്ങൾ മിക്കവാറും കൺസംഷൻ ഐറ്റംസ് ആണ്. അങ്ങനെയെങ്കിൽ അവർക്ക് ഒരു വർഷത്തിൽ ഏകദേശം ഒരാളിന് ഒരു വർഷത്തിൽ $2,400 കൂടുതൽ ചിലവാക്കേണ്ടി വരും എന്നാണ് അവരുടെ തന്നെ ഒരു ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ ഈ വക സാധനങ്ങൾ, അത്യാവശ്യമില്ലാത്ത സാധനങ്ങളുടെ ഉപഭോഗം കുറയും, കൺസംഷൻ കുറയാൻ വഴിയുണ്ട്. അവരുടെ എക്കണോമിക് ആക്ടിവിറ്റി GDP കുറയും, അൺഎംപ്ലോയ്മെൻറ്റ് കൂടാൻ സാധ്യത കൂടും. കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുമ്പോൾ കൂടുതൽ അൺഎംപ്ലോയ്മെൻറ്റ് വേതനം കൊടുക്കേണ്ടി വരും. ഇന്ത്യ രാജ്യത്തില്ലെങ്കിൽ പോലും അവിടെയൊക്കെ ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ ജോലിയില്ലാതിരിക്കുന്നവർക്ക് വേതനം കൊടുക്കുന്നത് സർക്കാരിൻ്റെ ഡ്യൂട്ടിയാണ്. ഡോളർ കറൻസിയുടെ വിലയും ചെറുതായിട്ട് കുറയാൻ വഴിയുണ്ട്. കാരണം ഡോളറിൻ്റെ ഒരു ഡിമാൻഡ്, അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുന്നതിൻ്റെ ഒരു 60-70% ഡോളർ കറൻസിയിലാണ് കോട്ട് ചെയ്യുന്നത്, റേറ്റ് കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്നതിൻ്റെ ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുന്നതിൻ്റെ മുഴുവൻ 60% ഡോളറിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരമൊക്കെ ഈ ഡോളറിൻ്റെ ഡിമാൻഡ് വരികയാണ്. അങ്ങനെയാണ് ഈ ഡോളറിന് വലിയൊരു സ്ട്രോങ് കറൻസി ആയിട്ടും. വേറെ കാരണങ്ങളുണ്ട്. ഒരു കാരണം ഇതാണ്, ഡോളർ ഒരു സ്റ്റേബിൾ കറൻസി ആയിട്ടും ഒക്കെ കണക്ക് കൂട്ടിയതുകൊണ്ട് അതിന് ഡിമാൻഡും വരുന്നുണ്ട്. ആ ഡിമാൻഡ് കൂടുന്നതുകൊണ്ട് അതിൻ്റെ സ്ട്രെങ്തും കൂടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്രയും ഇമ്പോർട്ട് കുറയാനുള്ള സാധ്യതയൊക്കെ വന്നു കഴിയുമ്പം പല രാജ്യങ്ങളും ഇനിയിപ്പോൾ അമേരിക്കയിലോട്ട് ചിലപ്പം വിട്ടില്ല എന്ന് വരും, അല്ലെങ്കിൽ വേറെ വല്ല കറൻസിയിലേക്ക് ചെയ്തെന്ന് വരും. അങ്ങനെ പല ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അവരുടെ ഡോളറിൻ്റെ കറൻസിയുടെ ഡിമാൻഡ് കുറഞ്ഞാൽ ഒരുപക്ഷെ അതിൻ്റെ വിലയും ചെറുതായിട്ടെങ്കിലും ഇടിയാനുള്ളൊരു സാധ്യതയുണ്ട്. കൂടാതെ ഇൻഫ്ലേഷൻ കൺട്രോൾ കണ്ടമാനമായി കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കിന് ഒരു ഡ്യൂട്ടി ഉണ്ട്. ഇൻഫ്ലേഷൻ ഷുഡ് ബി, അതൊരു പരിധിക്ക് താഴെ കൊണ്ടുവരണം എന്നുള്ള ഒരു നിബന്ധനയുണ്ട്. ഇന്ത്യയിലെ കണക്കനുസരിച്ചിട്ടാണ് 3% കൂടാൻ പാടില്ല എന്നുണ്ട്. അതിനുവേണ്ടി RBI ഒക്കെ പല സ്റ്റെപ്പുകളും എടുക്കേണ്ടി വരും. അതുപോലെ അവരുടെ ഗവൺമെൻറ്, ഫെഡറൽ റിസർവും അതിനുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള കോസ്റ്റ് എത്രയാണ്? ഈ പല രീതിയിലുള്ള കോസ്റ്റുകളെല്ലാം ഈ ട്രംപ് ഉദ്ദേശിക്കുന്ന ഈ അധിക വരുമാനം, ഡ്യൂട്ടിയിൽ നിന്ന് അധിക വരുമാനം കിട്ടുന്നു എന്ന് പറയുന്ന ആ ടോട്ടൽ തുകയിൽ നിന്നും ഈ പറഞ്ഞ സംഗതികൾക്കുള്ള ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് കുറച്ച് പിന്നെ മിച്ചമുണ്ടോ അതോ കൂടുതലാണോ എന്നുള്ളത് അന്ന് ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും കഴിഞ്ഞാലേ ഇതിൻ്റെ ഇമ്പാക്റ്റ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയുള്ളൂ. അതായത് ഈ നികുതി മുഴുവൻ കിട്ടിയത് ബെനിഫിറ്റായോ അതോ അവരുടെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അതെല്ലാം വൈപ്പ് ഔട്ട് ചെയ്ത് പോയോ അല്ല മിച്ചമുണ്ടോ, ഇതെല്ലാം ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞാലേ കൃത്യമായിട്ട് ഒരുവിധമെങ്കിലും അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇന്ത്യയെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നു എന്ന് കേൾക്കും. ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ അങ്ങോട്ടേക്കുള്ള എക്സ്പോർട്ട് $86 ബില്യൺ ആണ്. അതിൽ $44 ബില്യൺ ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്, ഈ ഡ്യൂട്ടി കൂട്ടിയിരിക്കുന്നത്. ബാക്കി കുറേ ഐറ്റത്തിന്
വലുതായിട്ട് കൂട്ടിയിട്ടില്ല. ചിലതിന് സീറോ ആയിരുന്നത് ഇപ്പോഴും സീറോ ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അതായത് ജീനറിക് മെഡിസിൻസ് നല്ല ശതമാനം ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് സീറോ ആയിരുന്നു ടാരിഫ്, ഇപ്പോൾ അത് തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ നമ്മൾ കണക്കൂട്ടേണ്ട സംഗതി, ഇന്ത്യക്കാണ് ഇപ്പോൾ ഏറ്റവും ഹയസ്റ്റ് 50%. നാച്ചുറലായിട്ടും അമേരിക്ക ഇമ്പോർട്ട് ചെയ്യുന്നവർക്ക് ഇത് ഹൈ കോസ്റ്റ് ആയതുകൊണ്ട് ഇപ്പം ചെറിയൊരു 2% കൂട്ടിയും 5% കൂട്ടിയാൽ ഒരുപക്ഷെ അവർ വിലയിൽ അഡ്ജസ്റ്റ് ചെയ്താലും കാര്യമായിട്ട് നോട്ട് ചെയ്യാതെയോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെയോ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്ത് തന്നെ. ഇത് ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അല്ലെ തലമുറകളായിട്ട് പോലും ഒരു റിലേഷൻഷിപ്പ് കീപ്പപ്പ് ചെയ്യുന്നതാണ്. അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ രണ്ടു കൂട്ടർക്കും താല്പര്യം ഉണ്ടാവില്ല. പുതിയൊരു പാർട്ണറെ കണ്ടുപിടിച്ചിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു പുതിയ ഡീൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളവരായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് എല്ലാവരുടെയും താല്പര്യം. പക്ഷേ ഇത്രയും 50% കൂടുന്നു എന്ന് പറയുമ്പോൾ പണ്ട് ഒരു $100 സാധനം ഇവിടുന്ന് കയറ്റി അയക്കുമ്പോൾ $5 ഡ്യൂട്ടി, 105 കോസ്റ്റ്. ഇപ്പോൾ ആ 105ൻ്റെ സ്ഥലത്ത് 150 പിന്നെ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത്ര ചില ആളുകൾ അത് മേടിക്കണ്ടെന്ന് വെക്കാം. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഇപ്പോൾ ഡ്യൂട്ടി കുറച്ച് ചാർജ് ചെയ്തിട്ടുള്ള പല കൺട്രീസും ഉണ്ട്, 15%, 19% ഒക്കെ. അപ്പോൾ ഈ സാധനം നമ്മുടെ ഇന്ത്യ കയറ്റുന്ന സാധനം അവിടെ ഉണ്ടെങ്കിൽ അവിടുന്ന് മേടിക്കാനായിട്ട് നോക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരുടെ ഈ ബിസിനസ് നഷ്ടപ്പെടാം. അതിനനുസരിച്ചിട്ട് ഇവിടെ കുറേ അൺഎംപ്ലോയ്മെൻറ്റ് വരാം ആ ഏരിയയിൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റൈൽ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, കൂടുതൽ ലേബറേഴ്സ് ആവശ്യമുള്ള ഏരിയയാണ്. IT, സമുദ്രോൽപാദനം. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സമുദ്രോൽപാദനം അങ്ങോട്ടേക്ക് പോകുന്നത്. ആ ഏരിയയിലൊക്കെ കുറേ ജോലിയില്ലായ്മയൊക്കെ വരാൻ വഴിയുണ്ട്. എന്നാൽ വലുതായിട്ട് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്ത ചില ഏരിയ എനിക്ക് തോന്നുന്നത്, അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഗോൾഡും ഡയമണ്ടും ജുവലറി ഐറ്റംസ് ധാരാളമായിട്ട് പോകുന്നുണ്ട് അമേരിക്കയിലേക്ക്. അത് അവിടുത്തെ സമ്പന്നരായിട്ടുള്ള ആളുകളാണ് കൂടുതലും വാങ്ങുന്നത്. അത് ഇന്ത്യൻ ജുവലറിയുടെ ഡിസൈനും ക്വാളിറ്റിയും ഒക്കെ നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അവരൊരു പക്ഷേ ഈ ഇത്രയും ഇൻക്രീസ് വന്നാലും വലിയ കാര്യമായിട്ട് നോക്കാതെ ചിലപ്പോൾ മേടിച്ചെന്ന് വരും. കാര്യം ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് വേറൊരു കൺട്രിയിൽ നിന്ന് പെട്ടെന്ന് കിട്ടുക എളുപ്പമായിരിക്കത്തില്ല. രണ്ടാമത് ചില സാധനങ്ങൾക്ക് വില കൂടി കോസ്റ്റ്ലി ആണെന്ന് പറയുന്നത് ക്രെഡിറ്റ് ആയിട്ട് വെക്കുന്നതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ ഡയമണ്ടൊക്കെ തന്നെ മേടിക്കുന്നതും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഡയമണ്ടിന് എത്രയാണ് വിലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് വില കൂടിക്കഴിഞ്ഞാൽ വലിയ നമുക്ക് കൂടുതൽ അഭിമാനമായിരിക്കും. വിലയുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറൊരു കാര്യം. ഇനി ഇന്ത്യക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻസ്? ഇപ്പോൾ ഈ നിലവിൽ ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇന്ത്യക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒന്ന്, ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് ബ്രിട്ടനുമായിട്ട് ഇന്ത്യ ഒരു ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ നടത്തി ഇന്ന സാധനങ്ങൾ ഇന്ന ഡ്യൂട്ടി സ്ട്രക്ചറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ടും ചെയ്യാം ഇമ്പോർട്ട് ചെയ്യാം, അതെല്ലാം ഒരു എഗ്രിമെൻ്റായിട്ട് സൈൻ ചെയ്ത് ഭാവിയിൽ ഇത്ര കാലത്തേക്ക് ഇന്ന രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. അപ്പം നമുക്കൊരു അഷ്വേർഡ് ടൈപ്പ് ഓഫ് ട്രേഡ് വരുന്നുണ്ട് അവിടെ. ഇതേ രീതിയിൽ ഇന്ത്യ ഇപ്പം 190 രാജ്യങ്ങളുമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ കുറച്ചുകൂടെ കൂടുതൽ വേണേൽ കൊടുക്കാം, അല്ലെങ്കിൽ അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് മറ്റുള്ള ഇനി ഈ 190 അല്ല വേറെ വല്ല കൺട്രിക്ക് കൊടുക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ ഒരു വൈഡ് സ്പ്രെഡ് ഒരു അന്വേഷണം നടത്തി നമ്മളുടെ ഇത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ നോക്കുക. രണ്ടാമത്, ഇപ്പോൾ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ ഇവിടെ ഉപയോഗിക്കുന്നതിന് ഇച്ചിരി നല്ല ക്വാളിറ്റി അവരുടെ നിബന്ധനയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കും. കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ആണെന്ന് നമ്മൾ പൊതുവെ പരാതിപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ മത്സ്യോൽപാദനമൊക്കെ കുറേ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ കുറേ വിൽക്കാൻ പറ്റും. കാര്യം ഇന്ത്യൻ മാർക്കറ്റും ഇപ്പം ഇൻകൊക്കെ എല്ലാവരുടെയും കൂടി കുറച്ചുകൂടെയൊക്കെ വില കൂടുതൽ കൊടുത്ത് മേടിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഫ്രൈറ്റ്, ഇൻഷുറൻസ്, പാക്കിങ്, പ്രോസസ്സിങ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും വേണ്ടി വരില്ല. അവിടേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഉള്ള സാധനങ്ങളൊന്നും വേണ്ടി വരില്ല. ഒരു പക്ഷേ കേരള മാർക്കറ്റിൽ മത്സ്യത്തിൻ്റെ വില ഒരു പക്ഷേ കുറച്ച് കുറയാനും വഴിയുണ്ട്. കാര്യം നമ്മൾ എന്നും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നല്ലതെല്ലാം വെളിയിലോട്ട് പോകുന്നു. അപ്പോൾ ഇത് ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ കുറച്ച് വില ഇതിന് മാത്രം ഈ എക്സ്പോർട്ടിൻ്റെ സാധനത്തിന് പൊതുവേ മത്സ്യത്തിൻ്റെ ഒരു വില കുറയാനും ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട്. ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ.
ഈ രണ്ട് മെത്തേഡും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലായിരിക്കാം, കുറച്ച് സമയം എടുക്കും നെഗോഷിയേറ്റ് ചെയ്ത് ഒക്കെ വരണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഉള്ളത് ചെയ്യുമോയെന്നറിയില്ല, ഒരു തിയറട്ടിക്കൽ ഇതാണ് പറയുന്നത്. എക്സ്പോർട്ടേഴ്സിന് കുറച്ച് സബ്സിഡി കൊടുക്കാം. സബ്സിഡി കൊടുത്തു കഴിയുമ്പം ഈ എക്സ്പോർട്ട് വാല്യൂ കോസ്റ്റ് കുറച്ച് കുറഞ്ഞിട്ട് അത് അവിടേക്ക് എക്സ്പോർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ കുറഞ്ഞ വിലയുടെ മുകളിൽ ഡ്യൂട്ടി വരുവുള്ളൂ, വില തന്നെ കുറച്ച് കുറഞ്ഞു, എന്നിട്ട് ഡ്യൂട്ടി എല്ലാം കൂടെ വരുമ്പോൾ 50% എന്നുള്ള ഇമ്പാക്റ്റ് കുറച്ച് കുറഞ്ഞു കിട്ടും. പക്ഷെ ആ സബ്സിഡി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കേണ്ടി വരും. അവർ ചെയ്യുമോ എന്താണ് ഏതിനാണ് പ്രിഫറൻസ് കൊടുക്കുന്നതെന്ന് അറിയില്ല. അത് ഒരു മാർഗമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിറ്റാലിയേറ്ററി സ്റ്റെപ്പ്. നമുക്ക് അവർ ചെയ്ത പോലെ നമുക്ക് തിരിച്ചടിക്കാം. ഇവിടെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടുകൊണ്ട് വലിയ കാര്യമില്ല. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ ഇവിടെ ഇമ്പോർട്ട് ഡ്യൂട്ടി പെട്ടെന്ന് അങ്ങോട്ട് കൂട്ടുകയാണെങ്കിൽ ഇവിടെ ഇൻഫ്ലേഷൻ വരും. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇവിടെയും വരാൻ വഴിയുണ്ട്. അതുകൊണ്ട് അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ചെയ്യാവുന്ന ഒരു സംഗതി, നമ്മൾ പറഞ്ഞ പോലെ ജീനറിക് മെഡിസിൻ്റെ അമേരിക്കയിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ജീനറിക് മെഡിസിൻ്റെ 90% നമ്മുടെ ഇവിടുന്ന് ചെല്ലുന്ന ജീനറിക് മെഡിസിനാണ് അവിടുത്തെ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതിന് മുഴുവൻ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്, ഡ്യൂട്ടി എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവർ 50% ഡ്യൂട്ടി മറ്റുള്ള സാധനത്തിന് അടിച്ച സ്ഥിതിക്ക് ഈ ജീനറിക് മെഡിസിന് ഒരു 50% വില നമ്മൾ കൂട്ടി വയ്ക്കണം എന്നുള്ളൊരു തീരുമാനം എടുക്കുക. അപ്പോൾ അവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്കൊരടി നമുക്ക് കൊടുക്കാം. പിന്നെ ചെയ്യാൻ പറ്റുന്ന അമേരിക്കൻ പ്രോഡക്ട്സിനെ നമുക്ക് ബഹിഷ്കരിക്കാം. അത് ഇൻക്ലൂഡിങ് ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ പറയുന്ന എല്ലാ അമേരിക്കൻ കമ്പനിയാണെന്ന് തോന്നുന്നു. അതിപ്പോൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിയിലുമൊക്കെ ഇതിനെക്കുറിച്ച് ചർച്ചയായിട്ടുണ്ട്. അതൊക്കെ കുറച്ച് നമ്മൾ ബഹിഷ്കരിക്കാൻ തുടങ്ങുക. അപ്പോൾ അവർക്കും ഫീൽ ചെയ്ത് തുടങ്ങും നമ്മുടെ കമ്പനി കൂടാതെ, നമ്മളുടെ സഫറിങ്സ് കൂടാതെ അവരുടെ കമ്പനികൾക്കും സഫറിങ്സ് ഉണ്ടായി തുടങ്ങും. ഈ 2 സ്റ്റെപ്പിലൂടെ അമേരിക്കൻ ജനതയും അവരുടെ ബിസിനസ്സുകാരും, അതായത് വലിയ കോർപ്പറേറ്റ്സ്, ട്രംപിന് എതിരെ തിരിയാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ ഓൾറെഡി അവിടുത്തെ എക്കണോമിസ്റ്റുകളും ടോപ്പിലിരിക്കുന്ന പല ആളുകളും ട്രംപിൻ്റെ പോളിസികൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് പല രീതിയിലും. അതായത് ഇന്ത്യയായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളൊരു തോന്നൽ, അതായത് ലോങ് ടൈമിൽ അത് ബെനിഫിഷ്യൽ അല്ല. ട്രംപ് ഇപ്പോൾ ഒരു വാശി തീർക്കുന്ന മാതിരിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള ഒരു ഫീലിംഗ് പലർക്കും അമേരിക്കയിൽ തന്നെ ഉണ്ട്. പിന്നെ കഴിഞ്ഞ ഒരു മാസം മുമ്പോ 2 ആഴ്ചക്ക് മുമ്പോ ട്രംപ് തന്നെ പറഞ്ഞിരുന്നു അമേരിക്കക്കാർക്ക് ടെക്നിക്കൽ കമ്പനികളിൽ എല്ലാം ജോലി കൊടുക്കണമെന്നൊക്കെ പറയുന്നത്. അതൊരു പക്ഷേ ഇപ്പോൾ ഇന്ത്യനെയും അവരുടെ ഇതിൽ ഒതുങ്ങിയില്ലെങ്കിൽ ചിലപ്പോൾ ഇനി അതിന് പുതിയ റൂളൊക്കെ കൊണ്ടുവരാൻ വഴിയുണ്ട്. ഇനി പുതിയ കമ്പനികളിലേക്ക് ഇന്ത്യക്കാരെ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റൂൾ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ അതും ഒരു നല്ല രീതിയിൽ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന സംഗതിയാണ്. പക്ഷേ ഇതിന് ചെറിയൊരു മറുവശം കൂടെ. നമ്മളെന്നും കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഡ്രെയിൻ നടക്കുന്നു, അതായത് നല്ല ബുദ്ധിയുള്ള തലയെല്ലാം വെളിയിലേക്ക് പോകുന്നു, ഇവിടെ നിൽക്കുന്നില്ല എന്നുള്ളത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ കുറേ ട്രെയിൻ നടക്കാതിരിക്കും. കുറേ ആളുകൾ നമ്മുടെ ഇവിടെ തന്നെ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മുടെ സ്റ്റാർട്ടപ്പിലൊക്കെ വേൾഡിൽ തന്നെ രണ്ടാമതോ മറ്റോ ആണ് ഇന്ത്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ ആ ബുദ്ധി ഉപയോഗിച്ച് ഇവിടെ തന്നെ ഓരോന്ന് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ ആ തേർഡ് ലാർജസ്റ്റ് എക്കണോമിയിലേക്കൊക്കെ പോകുന്നതിനുള്ള കോൺട്രിബ്യൂഷൻസ് ഇവരുടെ സൈഡിൽ നിന്നൊക്കെ തന്നെ വരാൻ പറ്റും. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ, നമ്മുടെ ഇപ്പോൾ രണ്ടാമത്തെ പീനൽ ഇൻട്രസ്റ്റ് 25% ഇപ്പോഴും ചെയ്തിട്ടില്ല, അത് കുറച്ച് ദിവസം കൂടെ ഉണ്ട്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നതാണ് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ എണ്ണയുണ്ട്, നമ്മുടെ നൈജീരിയ അങ്ങനെയുള്ള സാധനങ്ങളിലും ഒക്കെ ഉണ്ട്. അവരുമായിട്ടുമൊക്കെ ഒന്ന് നെഗോഷിയേറ്റ് ചെയ്ത് കുറേ എണ്ണ മേടിക്കുന്ന അങ്ങോട്ടേക്കൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ട്രംപിൻ്റെ ഈഗോയെ ഹർട്ട് ചെയ്യാത്ത രീതിയിൽ ഒന്നുകൂടെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നെഗോഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ഈ പെനാൽറ്റിയൊക്കെ മാറി കിട്ടാൻ വഴിയുണ്ട്. ഇപ്പോൾ ഒരു വാശിയുടെ പുറത്താണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇപ്പം നമ്മൾ റഷ്യയുമായിട്ട് ഉള്ള എണ്ണ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ഡോളറിലല്ല അത് വിനിമയം നടന്നത്, അതും അദ്ദേഹത്തെ കോപിപ്പിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ കറൻസിയോ റൂബിളോ ഇതിൽ ഏതെങ്കിലും ഒരു കറൻസിയിലാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത്.
അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ റഷ്യയും ഇന്ത്യയും മാത്രമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരിടത്ത് ബാലൻസ് ഓഫ് ട്രേഡ് ഉണ്ടാകത്തില്ല. ഒരിടത്ത് കൂടുതലും മറ്റിടത്ത് കുറവുമായിട്ട് വരും. അപ്പോൾ അത് സെറ്റിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് നമ്മൾ കുറേ കൂടെ മറ്റ് പല കൺട്രീസിനെ കൂടെ ഈ ലെവലിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു ബാലൻസ് ചെയ്ത് പോകാൻ പറ്റും. ഇന്ത്യൻ റുപ്പിയുടെ ബാലൻസ് ആക്റ്റിൽ കൂടെ ഡിമാൻഡും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 5-8 കൺട്രീസിനെ കൂടെ ഈ എന്താണ് ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് ഒരു ഡിമാൻഡും വരും. അപ്പം നമ്മളുടെ ഈ ഇന്ത്യൻ റുപ്പി സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ മറ്റുള്ള കൺട്രീസിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു ബൂസ്റ്റിങ്ങും കൂടെ ഉണ്ടാവും. പക്ഷേ അത് അത്ര എളുപ്പമായിരിക്കത്തില്ല. ഫ്രണ്ട്ലി കൺട്രി ആയിട്ട് കുറേയൊക്കെ ചെയ്യാൻ പറ്റും. നേരത്തെ ബ്രിക്സ് കൺട്രികളെല്ലാം കൂടെ ഒരു ബ്രിക്സ് കറൻസി കൊണ്ടുവരാനുള്ള ഒരു ആലോചനയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത് അത്ര സക്സസ്ഫുൾ ആയില്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ പല കൺട്രീസിൻ്റെയും ബാക്ക്ഗ്രൗണ്ട് സ്റ്റേബിൾ കറൻസി വേണം, കൺട്രിയെ മറ്റുള്ളവരെല്ലാം വിശ്വസിക്കണം, അങ്ങനെ നല്ല സമ്പദ്ഘടനയുള്ള കൺട്രി ആയിരിക്കണം, അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഒത്തുചേർന്ന് കിട്ടും. പിന്നെ എല്ലാവരും തമ്മിൽ നല്ല യോജിപ്പായിരിക്കണം. അങ്ങനെയുള്ള പല ഫാക്ടറുകളും അത് നടന്നിട്ടില്ല. പക്ഷെ എന്നാലും ഇന്ത്യ ഇനിഷ്യേറ്റ് ചെയ്ത റുപ്പി സ്പ്രെഡിങ് അത് വളരെ കുറേ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈവൻ ചില കൺട്രീസിൽ എനിക്ക് തോന്നുന്നു ദുബായിലും അങ്ങനെ ചില ഗൾഫ് കൺട്രീസിലൊക്കെ ഇന്ത്യൻ റുപ്പിയൊക്കെ ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കത് സ്പ്രെഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണിത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച്.